ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കിപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന ഗ്രാൻഡ് വിറ്റാര മാരുതി സുസുക്കി 2022 സെപ്റ്റംബറിലാണ് ഇന്ത്യയിൽ ഇറക്കുന്നത്. ഇതിന് മുന്നേയും അവർ ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞ പേരിൽ ചില സമയങ്ങളിൽ വിറ്റാര എന്നായിരുന്നു. പിന്നെ ഗ്രാൻഡ് വിറ്റാര പണ്ട് V6 ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, പഴയ വേർഷൻ. പക്ഷെ അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇമ്പോർട്ട് ചെയ്തൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നുകൊണ്ട് വില വളരെ കൂടുതലായിരുന്നു. അധികം ആൾക്കാരൊന്നും വാങ്ങിയില്ല. അതിനൊക്കെ ശേഷമാണ് അവർ ഇന്ത്യയിൽ തന്നെ ലോക്കലി ഗ്ലോബൽ സി പ്ലാറ്റ്ഫോമിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഈ വാഹനം ഇറക്കുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്ന വാഹനമാണ്. ഏകദേശം 10,000 മുതൽ 14,000 യൂണിറ്റ്സ് വരെയുള്ള സെയിൽസ് മിക്ക മാസങ്ങളിലും ഇതിന് കിട്ടാറുണ്ട്. കറക്റ്റായും ഈ വാഹനമായിട്ട് ചില മാസങ്ങളിലൊക്കെ അത്യാവശ്യം കോമ്പറ്റീഷനും സെയിൽസിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഇതിന് ഇതുവരെ ഇറങ്ങിയതിന് ശേഷം പ്രത്യേകിച്ച് വലിയ ഫേസ് ലിഫ്റ്റുകളൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അങ്ങനെ മേജറായിട്ടുള്ള അപ്ഡേറ്റ്സും വന്നിട്ടില്ല. ഇപ്പോൾ 2025 ഈ വാഹനത്തിൽ അത്യാവശ്യം മേജർ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഇത് ഫേസ് ലിഫ്റ്റ് ആണ് എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ജസ്റ്റ് കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. പക്ഷേ അപ്ഡേറ്റ്സിൽ തന്നെ നമുക്ക് പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, അതുപോലെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്, പിന്നെ ചെറിയ കുറച്ച് ഡിസൈൻ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നും വേണമെങ്കിൽ പറയാം. അതിൽ എക്സ്റ്റീരിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ്സ് സംഭവങ്ങളൊക്കെ എല്ലാം സെയിം തന്നെയാണ്. LED DRLs, അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന DRLs, അതുപോലെ താഴത്തെ നമ്മുടെ മെയിൻ പ്രൊജക്ടർ LED ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഗ്രില്ല് സാധനങ്ങൾ അതിലൊന്നും വ്യത്യാസമില്ല. അലോയ്സിൽ പക്ഷേ വ്യത്യാസമുണ്ട്. പുതിയ 17-inch അലോയ് വീൽസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഹൈ റൈഡറിൻ്റെ അലോയ്സിൽ ഇത്തിരി ട്വീക്ക് ചെയ്ത് കൊടുത്ത പോലെ വേണമെങ്കിൽ പറയാം. എന്തായാലും പണ്ടത്തെ അലോയ്സിനേക്കാൾ കാണാൻ ഇത് കുറച്ചുകൊണ്ട് രസമുണ്ട്. എനിക്ക് പണ്ട് ഹൈ റൈഡറിൻ്റെ അലോയ്സിൻ്റെ ഡിസൈൻ കുറച്ചും കൂടി ഇഷ്ടമായിരുന്നു. പക്ഷേ ഗ്രാൻഡ് വിറ്റാര ഒരിത്തിരി പ്ലെയിനായിട്ട് തോന്നുമായിരുന്നു. ഇപ്പോൾ എന്തായാലും അത് മാറ്റി മൾട്ടി സ്പോക്ക് അലോയ് വീൽസാണ്, ഡയമണ്ട് കട്ട് തന്നെയാണ്. ബാക്കി സൈഡ് പ്രൊഫൈലിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും പറയാനില്ല. നമുക്ക് ആ മിറേഴ്സിന് താഴത്തെ 360 ക്യാമറയുടെ ബൾജിങ്ങും സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അതുപോലെ റിയർ ഡിസൈനിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ അവർ കൊടുത്തിട്ടില്ല. ഇനി പുതിയ ഫീച്ചേഴ്സ് നോക്കാനാണെങ്കിൽ ടോപ്പ് എൻഡിൽ ഇനി മുതൽ നമുക്ക് ഡ്രൈവർ സീറ്റിൽ 8-way ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഈ സെഗ്മെൻറ്റിൽ നമുക്കറിയാം ഗ്രാൻഡ് വിറ്റാര അതുപോലെ കുറച്ച് വാഹനങ്ങളിൽ മാത്രമാണ് ഡ്രൈവർ സീറ്റിൽ അല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റ്സിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാതിരുന്നത്. ഫോക്സ്വാഗൻ ആദ്യം കൊടുത്തില്ല, പക്ഷേ അതിനുശേഷം അവർ പിന്നെ 2 സീറ്റ്സിൽ, അതായത് ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും, അതായത് കോ പാസഞ്ചർ സീറ്റും 2 ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തായിരുന്നു. ഇപ്പോൾ എന്തായാലും ഗ്രാൻഡ് വിറ്റാരയിൽ നമുക്ക് 8-way ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് ഈ സെഗ്മെൻറ്റിൽ വരുന്ന എല്ലാ വാഹനങ്ങളും ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. സോ അതൊരു നല്ല കേസാണ്. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ ഓൾറെഡി നമുക്ക് ഫ്രണ്ടിൽ അവൈലബിൾ ആണ്, അതുകൊണ്ട് അതിൽ വേറെ കാര്യമൊന്നുമില്ല. ഫ്രണ്ടിൽ മാത്രമേ ഇപ്പോഴും ഉള്ളൂ, ബാക്കിൽ അവർ കൊടുത്തിട്ടില്ല. ബാക്കിൽ പിന്നെ കൊടുക്കണമെങ്കിൽ ക്യാപ്റ്റൻ സീറ്റ്സ് ഒക്കെ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ കിയ സെറോസിൽ കൊടുത്ത പോലെ താഴത്ത് മാത്രം വെന്റിലേഷൻ കൊടുക്കേണ്ടി വരും. പക്ഷെ അതങ്ങനെ ഇതുവരെ കിയ മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ കമ്പനികളൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. ഇനി അടുത്ത അപ്ഗ്രേഡ് വരുന്ന ഇതിൻ്റെ അകത്ത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അവർ ഓട്ടോമാറ്റിക് വേരിയൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. മാനുവൽ എടുക്കുകയാണെങ്കിൽ കിട്ടില്ല, അതിപ്പോൾ ടോപ്പ് എൻഡ് ആണെങ്കിലും കിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഹൈബ്രിഡ് എടുക്കുകയാണെങ്കിൽ അത് ECVT-ലാണ് വരുന്നത്. അതുപോലെ തന്നെ 1.5 NA പെട്രോളിൽ തന്നെ നമുക്ക് 6 സ്പീഡ് ടോക്കൺ മോട്ടർ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അതെടുക്കുകയാണെങ്കിലും ഇനി മുതൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അവൈലബിൾ ആയിരിക്കും. ഇത്രയും കാലം പക്ഷേ നമുക്ക് നോർമൽ നമ്മുടെ ഫിസിക്കൽ ഹാൻഡ് ബ്രേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അകത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് EPB ഉള്ള വേർഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ. ഇതിനൊക്കെ പുറമെ നോർമൽ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. 9 ടച്ച് സ്ക്രീൻ ഫുട്ട് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഹൈബ്രിഡ് അല്ലാന്നുണ്ടെങ്കിൽ സെമി ഡിജിറ്റൽ ഇൻസ്റ്റോൺ ക്ലസ്റ്റർ ആണ് കിട്ടുന്നത്. ഹൈബ്രിഡ് എടുക്കുകയാണെങ്കിൽ 7-inch TFT ക്ലസ്റ്റർ വരുന്ന ഒരു ഇൻസ്റ്റോൺ ക്ലസ്റ്റർ കിട്ടുന്നുണ്ട്. പിന്നെ അതിന് പുറമെ ഓട്ടോ AC വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ, പിന്നെ വയർലെസ് ഫോൺ ചാർജർ, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ആയിക്കോട്ടെ, പാനോറമിക് സൺറൂഫ് ആയിക്കോട്ടെ, അങ്ങനെ ബാക്കി ഫീച്ചേഴ്സ്, ഈവൻ HUD ആണെങ്കിൽ പോലും അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്കിപ്പോഴും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പഴയൊന്നും ഒരിടത്ത് കളഞ്ഞിട്ടൊന്നുമില്ല. ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടിലും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. സെയിം കളർ ഓപ്ഷൻസും അതുപോലെ തന്നെ ലേഔട്ടും ഒക്കെ തന്നെയാണ് നമുക്കിപ്പോഴും കിട്ടുന്നത്. പക്ഷേ വേറൊരു വ്യത്യാസം വരുന്നത്, ഇവർ കുറച്ച് വേരിയൻസിലൊക്കെ റീഅറേഞ്ച്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പാനോറാമിക് സൺറൂഫ് ഇപ്പോൾ അവർ കുറച്ചും കൂടെ ആക്സസിബിൾ ആക്കിയിട്ടുണ്ടെന്ന് പറയാം. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ മാത്രം പാനോറാമിക് സൺറൂഫ് ചൂസ് ചെയ്താൽ മതി. അതായത് ഓപ്ഷണൽ വേരിയൻസിലായിരിക്കും ഇനി മുതൽ പാനോറാമിക് സൺറൂഫ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ 1.5 NA പെട്രോൾ എഞ്ചിനാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് സീറ്റ ഓപ്ഷണൽ അതുപോലെ ആൽഫ ഓപ്ഷണൽ 2 വേരിയൻസ് ഉണ്ട്. അതിൻ്റെ അകത്തായിരിക്കും നമുക്ക് പാനോറാമിക് സൺറൂഫ് കിട്ടുന്നത്. അതുപോലെ ഇതിൻ്റെ നമ്മുടെ സ്ട്രോങ് ഹൈബ്രിഡ് എടുക്കാനാണെങ്കിൽ സീറ്റ പ്ലസ് ഓപ്ഷണൽ അതുപോലെ ആൽഫ പ്ലസ് ഓപ്ഷണൽ, അങ്ങനെ 2 വേരിയൻസ് ഉണ്ട്. അതിൻ്റെ അകത്താണ് പാനോറാമിക് സൺറൂഫ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ സൺറൂഫ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരം നോർമൽ സീറ്റ ആൽഫ തുടങ്ങിയ വേരിയൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ സൺറൂഫ് നിങ്ങൾക്ക് കിട്ടില്ല. അതുപോലെ തന്നെ വേറൊരു ചേഞ്ച് വരുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഓൾ വീൽ ഡ്രൈവ് ട്രിംസിലാണ്. ഇത്രയും കാലം നമുക്ക് ഓൾ വീൽ ഡ്രൈവ് ഉണ്ടായിരുന്നത് മാനുവലിൽ മാത്രമായിരുന്നു. അത് 5 സ്പീഡ് മാനുവലായിരുന്നു ഇവർ കൊടുത്തിരുന്നത്. നമുക്ക് 1.5 NA പെട്രോളിൻ്റെ കൂടെയാണ് ഇത് കിട്ടിയിരുന്നത്. ഓൾ ഗ്രിപ്പാണ് സുസുക്കിയുടെ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത്.
ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി മുതൽ അത് 6 സ്പീഡ് ടോക്കൺ മീറ്റർ ഓട്ടോമാറ്റിക്കലി മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. ഗ്രാൻഡ് വിറ്റാരയിൽ നിന്ന് അവർ ആ ഒരു മാനുവൽ ഓൾ വീൽ ഡ്രൈവിൻ്റെ സംഭവം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓട്ടോമാറ്റിക് മാത്രമായിരിക്കും ഇനി നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു പരിധി വരെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ എന്തൂസിയാസ്റ്റിക് ആയിട്ട് മാനുവൽ വേണം ഓൾ വീൽ ഡ്രൈവിന് എന്നൊക്കെ പറയും. പക്ഷേ ഈ വണ്ടിക്ക് പവർ കുറച്ച് കുറവായതുകൊണ്ട് ഓട്ടോമാറ്റിക് വരികയാണെങ്കിൽ വണ്ടി തന്നെ ഒരു പരിധി വരെയൊക്കെ കയറി പൊക്കോളും. അതുകൊണ്ട് നമുക്ക് കൈൻഡ് ഓഫ് ഇതൊരു നല്ല അപ്ഗ്രേഡ് ആയിട്ട് വേണമെങ്കിൽ പറയാം. നേരത്തെ വരെ ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ പോലും കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ മാനുവലിൻ്റെ ഓപ്ഷൻ ഇല്ല, ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. ഇനി മാനുവൽ വേണം എന്നുള്ളവർക്ക് അത് കിട്ടില്ല എന്നുള്ളതാണ് ചെറിയൊരു നെഗറ്റീവ് പോയിന്റ്. ഇനി ഒരു മാറ്റവും കൂടെ അവർ വരുത്തിയിരിക്കുന്നത് 6 എയർ ബാഗ്സ് ഇനി മുതൽ ഈ വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ നമുക്ക് സീറ്റ് മുതൽ 6 എയർ ബാഗ്സ് കിട്ടുകയുള്ളായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം സിഗ്മ ആയിക്കോട്ടെ, ഡെൽറ്റ ആയിക്കോട്ടെ, ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായിക്കോട്ടെ ഓർ സീറ്റ ആൽഫ എല്ലാ വേരിയൻസിലും 6 എയർ ബാഗ്സ് അവൈലബിൾ ആണ്. പിന്നെ ബാക്കി സേഫ്റ്റി സിസ്റ്റം അതിപ്പം ESP ആയിക്കോട്ടെ, അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ, ABS, EBD തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഓൾറെഡി അവൈലബിൾ ആണ്. ഇനി നമുക്ക് പ്രൈസിങ്ങിലോട്ട് വരാം. തീർച്ചയായും ഇത്രയൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയ സ്ഥിതിക്ക് പ്രൈസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 11.42 lakhs ആണ് ഈ വാഹനത്തിൻ്റെ സിഗ്മ ബേസ് മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് മാനുവൽ ടോപ്പ് എൻഡ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആൽഫയുടെ ഡ്യുവൽ ടോൺ മോഡലിൻ്റെ ഷോറൂം പ്രൈസ് വരുന്നത് 16.3 lakhs ആണ്. അത് സൺറൂഫ് ഇല്ലാത്ത. ഇനിയിപ്പം സൺറൂഫ് ഉള്ള മോഡലാണെന്നുണ്ടെങ്കിൽ ആൽഫ ഓപ്ഷണൽ ഡ്യുവൽ ടോൺ വരും. അത് 16.9 lakhs ആണ് ഷോറൂം വരുന്നത്. അതായത് 60,000 റുപ്പീസിനടുത്താണ് നമുക്ക് സൺറൂഫ്, പാനോറാമിക് സൺറൂഫ് ഉള്ള മോഡലിന് അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടത്. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന ഡെൽറ്റയിൽ നിന്നാണ്. 13.93 lakhs ആണ് അതിൻ്റെ ഷോറൂം പ്രൈസ് വരുന്നത്. ആൻഡ് ഇവിടെയും നമുക്ക് ടോപ്പ് എൻഡ് വരുന്നത് ആൽഫ ഓട്ടോമാറ്റിക് ആണ്. അതും ഡ്യുവൽ ടോൺ ഓപ്ഷണൽ പാനോറാമിക് സൺറൂഫ് ഒക്കെ ഉള്ള മോഡൽ 18.3 lakhs വരെ ഷോറൂം പ്രൈസ് പോകുന്നുണ്ട്. അതൊരു ഇത്തിരി കൂടുതലാണ്. കാരണം NA പെട്രോളാണ്, വലിയ പവറില്ല, വണ്ടി കുറച്ച് സ്ലോ ആണ്. അതൊക്കെ വെച്ച് കൺസിഡർ ചെയ്യുമ്പം 18.3 എന്ന് പറഞ്ഞാൽ ഓൺ റോഡ് എങ്ങനെയായാലും ഒരു 21 ലക്ഷം രൂപയ്ക്കൊക്കെ മുകളിൽ പോകും. അതുകൊണ്ട് എനിക്കതൊരു ഇത്തിരി കൂടുതലായിട്ട് തോന്നി. പക്ഷേ ഇപ്പോൾ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സും ഉണ്ട്. അതുകൊണ്ട് ഫീച്ചേഴ്സ് വൈസ് നോക്കുന്നവർക്കും കുറ്റം പറയാൻ പറ്റാത്തൊരു ഓപ്ഷനായിട്ട് പറയേണ്ടി വരും. പിന്നെ ഓൾ ഗ്രിപ്പിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് നോക്കാം. ഓൾ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. 19.04 lakhs ആണ് അതിൻ്റെ ആൽഫ മോഡലിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ആൽഫ ട്രിമ്മിൽ മാത്രമേ ഉള്ളൂ, സീറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. അതിൽ തന്നെ ഡ്യുവൽ ടോൺ ഉണ്ട്, അതുപോലെ സൺറൂഫ് ഉള്ള മോഡൽ, ഇല്ലാത്ത മോഡൽ, അതൊക്കെ ആയിട്ട് മാക്സിമം 19.8 lakhs വരെ ഷോറൂം പ്രൈസ് ടോപ്പ് എൻഡിന് പോകുന്നുണ്ട്. പിന്നെ വരുന്ന ഹൈബ്രിഡ് ആണ്. ഇതിൻ്റെ അകത്ത് ഇതിന് മുന്നേ നമുക്ക് സീറ്റ മുതലായിരുന്നു ഹൈബ്രിഡ് കിട്ടിക്കൊണ്ടിരുന്നത്. സീറ്റ പ്ലസ് എന്നാണ് മാരുതി സുസുക്കിനെ വിശേഷിപ്പിച്ചത്. പക്ഷേ ഇനി മുതൽ നമുക്ക് ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ ഒരു ഹൈബ്രിഡ് മോഡൽ കൂടി അവൈലബിൾ ആയിരിക്കും. ഡെൽറ്റ ബേസ്ഡ് ആയിട്ടുള്ള വേരിയൻ്റ് ആണ്. പക്ഷേ കുറച്ചൊക്കെ ഫീച്ചേഴ്സ് ഇതിനകത്ത് കൂടുതൽ കിട്ടുന്നുണ്ട്. ഇതിന് മുന്നേ ഹൈ റൈഡിൽ നമ്മുടെ ടൊയോട്ട S എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആയിട്ട് കൊടുത്തിരുന്ന ആ ഒരു ട്രിം തന്നെയാണ്. പക്ഷേ അതൊരു ഇപ്രാവശ്യം ഗ്രാൻഡ് വിറ്റാറിലേക്കും കൂടെ കൊടുത്തു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് ട്രിംസ് ഇനി മുതൽ ഗ്രാൻഡ് വിറ്റാറിൽ ഇത്രയും കൂടെ ആക്സസിബിൾ ആയിട്ട് നമുക്ക് കിട്ടും. അത് 16.99 lakhsലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം ആൽഫ പ്ലസ് സൺറൂഫ് ഉള്ള ഡ്യുവൽ ടോൺ മോഡലിൻ്റെ ഷോറൂം പ്രൈസ് 20.68 lakhs വരെയാണ് പോകുന്നത്. അതായത് ഓൺ റോഡ് ഏകദേശം ഒരു 24-25 lakhs വരെയൊക്കെ പോകുന്നുണ്ട് എന്ന് പറയാം. ഇതും ഒരു പരിധി വരെ നോക്കിയാൽ അല്പം കൂടുതലാണ്. പക്ഷേ അഗെയിൻ ഇത്രയും ഫീച്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ടും ഹൈബ്രിഡ് ആയതുകൊണ്ടും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഈ സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹൈബ്രിഡ് വേണമെന്നുണ്ടെങ്കിൽ ഹൈ റൈഡറും ഗ്രാൻഡ് വിറ്റാരും മാത്രമേ ഓപ്ഷൻസ് ആയിട്ടുള്ളൂ. ബാക്കി വാഹനങ്ങളൊക്കെ ഒന്നെങ്കിൽ ടർബോ പെട്രോൾ ആയിരിക്കും, അല്ലെങ്കിൽ എണ്ണ ആയിരിക്കും, അല്ലെങ്കിൽ ഡീസൽ ആയിരിക്കും. അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ മാത്രമാണ് കിട്ടുന്നത്. അതുകൊണ്ട് നല്ല മൈലേജ് ഉള്ള ഒരു ഹൈബ്രിഡ് വാഹനം വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സിറ്റി റണ്ണിംഗ് ആണ് കൂടുതലെങ്കിൽ, ഇത് മാത്രമേ ഓപ്ഷനായിട്ടുള്ളൂ. ബാക്കി വണ്ടികൾക്കെല്ലാം സിറ്റിയിൽ മൈലേജ് കുറവായിരിക്കും. ഇതിനെങ്ങനെയായാലും ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ സിറ്റിയിൽ മൈലേജ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ കൂടുതൽ വണ്ടികൾ വന്ന് കോമ്പറ്റീഷൻ കൂടണം, എന്നാൽ മാത്രമേ പ്രൈസ് കോമ്പറ്റീറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഗൈസ്, ഇതാണ് പുതിയ 2025 അപ്ഡേറ്റഡ് ഗ്രാൻഡ് വിറ്റാരയുടെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.